iPhone 17 Pro Max ഒരു 3 മാസത്തിന് ശേഷം നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ആണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഒപ്പം തന്നെ നിങ്ങളൊരു ആൻഡ്രോയിഡ് ഫോൺ എടുക്കുന്നതാണോ അതോ ഈ iPhone 17 ഒക്കെ എടുക്കുന്നതാണോ നന്നാവുക, അല്ലെങ്കിൽ 17 Pro Max ഒക്കെ എടുക്കുന്നതാണോ നന്നാവുക, ഇത് വീഡിയോ ഫോട്ടോ ഇങ്ങനെയുള്ള മേഖലകളിൽ മൊത്തത്തിൽ എങ്ങനെയുണ്ട്, ഇതിനേക്കാൾ നല്ലത് ആൻഡ്രോയിഡിലുണ്ടോ, ഇങ്ങനെ എല്ലാ ഘടകങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു യൂസർ എക്സ്പീരിയൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ 17 Pro Max അല്ലെങ്കിൽ ഈ ഒരു സീരീസിലെ ഫോണൊക്കെ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കോളൂ, കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ, എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. ഓൾറെഡി എടുത്ത ആൾക്കാരാണെങ്കിലും നമ്മുടെ അനുഭവം എന്താണെന്ന് അറിയാനും തീർച്ചയായിട്ടും ഉപകാരപ്പെടും. സോ അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ പരിശോധിക്കാം. സോ അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ഫോൺ ഇറങ്ങിയ വഴിക്ക് കേട്ട ഒരു പ്രശ്നമുണ്ട്. അതായത് നമുക്ക് ഈ ഫോണിൻ്റെ കളർ പോകുന്നു, അവിടെ ഇവിടെ ഡെൻറ്റ് വരുന്നു, സ്ക്രാച്ച് വരുന്നു, അങ്ങനെയുള്ള ഇഷ്യൂസ് നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ഈ 3 മാസവും ഇത് കേസ് ഇടാതെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒറ്റ രീതിയിലാണ് നമ്മളിത് ഒരുപാട് ഏരിയകളിൽ നമ്മുടെ ലോക്കൽ എല്ലായിടത്തും ഉപയോഗിച്ച് നമ്മൾ പുറത്തേക്ക് വിദേശത്തേക്ക് പോയപ്പോഴും ഒക്കെ പ്രൈമറി ഫോണായിട്ട് കൊണ്ടു നടന്ന് ഉപയോഗിച്ചിട്ടുള്ള ഫോണാണ്. ആ ഒരു നിലയ്ക്ക് ഈ ഫോണിൽ നോക്കിക്കഴിഞ്ഞാൽ യാതൊരു ബിൽഡ് ക്വാളിറ്റി ഇഷ്യൂ നമുക്ക് വന്നിട്ടില്ല. നിങ്ങൾക്ക് ഇവിടെ ഇപ്പോഴുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള അതിൻ്റെ ഒരു ക്ലോസ് ലുക്ക് ഞാൻ അവിടെ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. നല്ല അടിപൊളിയായിട്ടായിരിക്കുന്നത്, ഒരു സ്ക്രാച്ച് പോലും നമുക്ക് പറ്റിയിട്ടില്ല. ഡിസ്പ്ലേയിലടക്കം സെറാമിക് ഷീൽഡ് 2 ഒക്കെയാണ്, ഡിസ്പ്ലേയിലടക്കം യാതൊരു വിഷയവുമില്ല. സോ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഫോൺ ഇതുവരെയായിട്ടും യാതൊരു ഇഷ്യൂസും ഇല്ല. അത് നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള ഫോൺ തന്നെയാണെന്നുള്ളതിൽ എനിക്ക് യാതൊരു കൺഫ്യൂഷനും ഇല്ല. മുമ്പ് നമ്മൾ കേട്ടിരുന്നത് ബിൽഡ് ക്വാളിറ്റി ഇഷ്യൂസ് ഒക്കെ അവരുടെ ഷോറൂമിൽ തന്നെ വെച്ചപ്പോൾ അവിടെ കുറേ എന്തൊക്കെ ഇഷ്യൂ കാരണം സ്ക്രാച്ച് വന്നു, കുറേ പേർക്ക് ഡെൻറ്റ് പറ്റി, അതൊക്കെ ആ ഓറഞ്ച് കളറിലാണ് നമ്മൾ കൂടുതലും കേട്ടിട്ടുള്ളത്. സോ ആ കളറിൽ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടോ എന്ന് ഞാൻ ട്വിറ്ററിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ ഉണ്ടാവാം. നിങ്ങൾ ആരെങ്കിലും ഓറഞ്ച് കളർ വാങ്ങിച്ച് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഈ കളറിനെ സംബന്ധിച്ച് എനിക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റും, യാതൊരു ഇഷ്യൂസും ഇല്ല. 3 മാസം ഉപയോഗിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. സോ അപ്പോൾ ബിൽഡ് ക്വാളിറ്റിക്ക് പ്രശ്നമില്ല. ഇതിൻ്റെ ബിൽഡിൻ്റെ ഒരു പ്രോസ് ആൻഡ് കോൺസ് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് കോൺസ് പറയാനുണ്ട്, പക്ഷേ അത് ഈ ബിൽഡ് ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടല്ല. ഇതൊരു അലുമിനിയം യൂണിബോഡി ഡിസൈനാണ്, നന്നായിട്ടൊക്കെ ഉണ്ടല്ലേ. സിൽവർ, ഓറഞ്ച്, ഡീപ് ബ്ലൂ അങ്ങനെയുള്ള കളറുകളാണ് വരുന്നത്. സെറാമിക് ഷീൽഡ് 2 ആണ് ഫ്രണ്ടിൽ പ്രൊട്ടക്ഷൻ വരുന്നത്. ബാക്കിലൊരു ഗ്ലാസ് ഏരിയ ഉണ്ട്. സെറാമിക് ഷീൽഡിൻ്റെ പ്രൊട്ടക്ഷനാണ്. 8.75 ആണ് തിക്നസ്, 231 ഗ്രാമാണ് വെയിറ്റ്, IPCC റേറ്റിംഗ് ഒക്കെയാണ് വരുന്നത്. സോ അങ്ങനെയാണ് ഇതിൻ്റെ ഓവറോൾ ബിൽഡിൻ്റെ കാര്യങ്ങൾ. ഇതിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിൽഡ് ക്വാളിറ്റി അല്ല ഞാൻ പറഞ്ഞ പോലെ, പകരം ഈ ഡിസൈൻ എനിക്ക് അത്ര നന്നായിട്ട് ഇഷ്ടപ്പെട്ടില്ല. പഴയ 16 Pro Maxൻ്റെ ഒക്കെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ പക്ക ഒരു പ്രീമിയം ഫോൺ കൈ പിടിക്കുന്ന ഒരു ഫീൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ ഇത് എനിക്ക് ഡിസൈൻ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ ഈ ഒരു ടൈമിൽ എല്ലാ ബ്രാൻഡുകളും IP69K വരെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇവരിപ്പോഴും IP68 തന്നെയാണ് നിൽക്കുന്നത്. അതും ഒരു പോരായ്മയാണ് ശരിക്കും പറഞ്ഞാൽ. ഇത്രയും വിലയുള്ള ഫോണല്ലേ, 69 9K ഒക്കെ സുഖമായിട്ട് കൊടുക്കാം, അതൊന്നും കാണാനില്ല. പിന്നെ ഈ ഓറഞ്ച് കളർ വേരിയന്റിൽ വരുന്ന ആ ഒരു കളറിൻ്റെ ഇഷ്യൂസ്, കളർ ഫെയ്ഡ് ആവുന്ന ഇഷ്യൂസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടു. അതൊക്കെ ഇതിൻ്റെ ഭാഗത്തൊരു നെഗറ്റീവാണ്. ബേസിക്കായിട്ട് ഈ iPhone Pro Maxകൾ ഉപയോഗിക്കുന്നതിൽ ഞാൻ കണ്ടിട്ടുള്ള ആ സെയിം ഇഷ്യൂ ഇവിടെയുണ്ട്. വെയിറ്റ് കൂടുതൽ, 231 ഗ്രാമാണ്. ഇങ്ങനെ വിരലൊക്കെ വെച്ച് ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ വിരൽ വേദന എടുക്കുന്ന അവസ്ഥ തന്നെയാണ്. ആ ഒരു വെയിറ്റ് കൂടുതൽ, ഓവർ വെയിറ്റിൻ്റെ പ്രശ്നം ഇതിനകത്തുണ്ട്. ഇതാണ് ഈ ബിൽഡിൻ്റെ ഭാഗത്ത്, ഈ ഡിസൈനിൻ്റെ ഭാഗത്ത് എനിക്ക് ഇഷ്ടപ്പെടാത്ത കുറച്ച് കാര്യങ്ങൾ. സോ അപ്പോൾ ഇതിൻ്റെ പ്രോസും കോൺസും നമ്മൾ പറഞ്ഞു. ബിൽഡ് ക്വാളിറ്റിക്ക് പ്രശ്നമൊന്നുമില്ല. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ നമുക്ക് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞ് പരത്തേണ്ട ആവശ്യമില്ല. ഡിസ്പ്ലേ എക്സലന്റ് ആണ്. 6.9 ഇഞ്ച് വരുന്ന 120 ഹെർട്സിന്റെ OLED ഡിസ്പ്ലേ ആണ്. ബ്രൈറ്റ്നസ് 1000 നിറ്റ്സ് ആണ് മാക്സിമം. 1600 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. 3000 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ഔട്ട്ഡോർ തന്നെ വരുന്നുണ്ട്. പിന്നെ ചെറിയൊരു ആന്റി റിഫ്ലക്റ്റീവ് കോട്ടിങ് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും യൂസ്ഫുൾ ആണ് കേട്ടോ. നമ്മൾ യൂസ് ചെയ്യുമ്പോൾ മുമ്പത്തെ ഐഫോൺ ഉപയോഗിച്ച് നോക്കുമ്പോൾ ഇതിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സൗകര്യമുണ്ട്. അത് നന്നായി എന്തായാലും അവർ ചെയ്തത്. കുറച്ചും കൂടിയും നമ്മുടെ S25 അൾട്രയിലൊക്കെ അത്രയൊന്നും ക്വാളിറ്റി ഇല്ല, അത്രയൊന്നും ഒരു ആന്റി റിഫ്ലക്റ്റീവ് കോട്ടിങ് ഇതിന് കൊടുത്തിട്ടില്ല. അതിനേക്കാൾ വളരെ കുറവാണ്. ബട്ട് എങ്കിലും ഒന്നുമില്ലാത്തതിൽ നിന്നും ഇതിലേക്ക് വരുമ്പോൾ നല്ല വ്യത്യാസം ഫീൽ ചെയ്യും. പ്രത്യേകിച്ചും നിങ്ങൾ വേറൊരു ഫോൺ ഉപയോഗിച്ചിട്ട്, ആ ഒരു സംവിധാനം ഇല്ലാത്തൊരു ഫോൺ ഉപയോഗിച്ചിട്ട് ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്കത് നന്നായിട്ട് ഫീൽ ചെയ്യും. ജനറലി കുറച്ച് ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാവുക. സോ അപ്പോൾ അങ്ങനെ ഒരു കാര്യം നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. ഡിസ്പ്ലേയിൽ വേറെ പ്രശ്നമൊന്നുമില്ല. വിഷ്വൽ ക്വാളിറ്റി ഒക്കെ എക്സലൻ്റ് ആണ്, ഒരു വിഷയമില്ല. ക്യാമറയിലേക്ക് വരുമ്പോഴാണ് നമുക്കിനി വിഷയങ്ങൾ പറയാനുള്ളത്. അതായത് വീഡിയോ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഇവരുടെ തട്ട് താണു തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. ഞാൻ പല സിറ്റുവേഷനുകളിൽ വ്ളോഗ് പോലെയൊക്കെ ഇഷ്ടം പോലെ എടുത്തിട്ടുണ്ട്. ഞാൻ ഔട്ട്ഡോറൊക്കെ നടന്ന് ഇഷ്ടം പോലെ വീഡിയോസ് എടുത്ത്, ഇൻഡോറിൽ വീഡിയോസ് എടുത്തു. ഞാൻ എയർപോർട്ടിലൊക്കെ നടക്കുമ്പോഴും അവിടെ നിന്നൊക്കെ വീഡിയോസ് എടുക്കുന്നുണ്ടായിരുന്നു. പലതും സാമ്പിളുകൾ കാണിക്കാൻ വേണ്ടി തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം അടിപൊളിയായിട്ടുണ്ട്. വീഡിയോ ക്വാളിറ്റി ടോപ്പ് ലെവൽ തന്നെയാണ് ഇപ്പോഴും. പിന്നെ മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ ഇതുപോലൊരു യൂട്യൂബ് വീഡിയോ എടുക്കാനും ഈ ഒരു സംഭവം അത്യാവശ്യം നന്നായിട്ട് എടുക്കാൻ പറ്റും. ആ സിനിമാറ്റിക് വീഡിയോ വെച്ചുകൊണ്ട്. അതായത് ഇപ്പോൾ ഈ Vivo S300 Proയുടെ വീഡിയോ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഇവിടെ കൊടുത്തേക്കാം. അതിൻ്റെ ഇൻട്രോയിൽ ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇൻട്രോ പറയുന്നൊരു ഭാഗമുണ്ട്. ആ ഒരു ഫസ്റ്റ് ഫ്രെയിം നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ ഒരു ഫസ്റ്റ് ഫ്രെയിം ഭാഗം മൊത്തം iPhone 17 Pro Maxൻ്റെ സിനിമാറ്റിക് മോഡ് ഉപയോഗിച്ചെടുത്തതാണ്. അടിപൊളിയായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. വീഡിയോ ക്വാളിറ്റിക്ക് ഇപ്പോഴും iPhone 17 Pro Maxനെ കവച്ച് വെക്കുന്ന ഒരു ഫോൺ എൻ്റെ അനുഭവത്തിൽ ഇല്ല. അപ്പോൾ മെയിൻ ക്യാമറയുടെ വീഡിയോ ക്വാളിറ്റി എക്സലൻ്റ് ആണ്. സെൽഫി ക്യാമറയുടെ വീഡിയോയും ടോപ്പ് നോച്ചാണ്, ഒരു രക്ഷയില്ല. അടിപൊളി ക്വാളിറ്റിയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഞാൻ സാമ്പിളുകൾ കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ വീഡിയോയിൽ, സെൽഫി വീഡിയോയിൽ വരുന്ന സെൻറ്റർ സ്റ്റേജ് പരിപാടി അടിപൊളിയാണ്. അതായത് നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഈ ഫോൺ ഇങ്ങനെ പിടിച്ചുകൊണ്ട് തന്നെ സൈഡിലേക്ക്, ഫോൺ ചെരിച്ച് പിടിച്ചിട്ടുള്ള, അതായത് ഇങ്ങനെ പിടിച്ചിട്ട് വീഡിയോ എടുക്കുന്ന ആ ഒരു പരിപാടി ഇങ്ങനെ പിടിച്ചുകൊണ്ട് തന്നെ എടുക്കാൻ പറ്റുന്നുള്ളത് അടിപൊളിയാണ്. ഇതാ ഈ കാണുന്ന സെൽഫി വീഡിയോ ക്ലിപ്പുകൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ നടക്കുമ്പോൾ എടുത്തത് മുഴുവനും ഇങ്ങനെ പിടിച്ചുകൊണ്ടാണ്. അടിപൊളിയായിട്ട് വൈഡായിട്ട് കാര്യങ്ങൾ കാണിക്കാൻ പറ്റും.
സിമ്പിളായിട്ട് കയ്യിൽ കംഫർട്ടബിളായിട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് തന്നെ. സോ അത് നല്ലൊരു ഫീച്ചറുമായി. സോ വീഡിയോഗ്രാഫി അല്ലെങ്കിൽ വീഡിയോ വ്ളോഗ് എടുക്കുക അങ്ങനെയുള്ള പരിപാടിയൊക്കെ ആണെങ്കിൽ ഇതാണ് ഇന്ന് ഇൻഡസ്ട്രിയിലുള്ള അവസാന വാക്കെന്നുള്ളതാണ് എൻ്റെ അനുഭവം. നിങ്ങൾക്ക് മറിച്ചൊരു അഭിപ്രായമാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. സോ അപ്പോൾ അതാണ് ഇതിൻ്റെ വീഡിയോ ക്യാമറയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. സിനിമാറ്റിക് അടക്കമുള്ള സംഭവങ്ങളൊക്കെ എക്സലൻറ്റ്. ഫോട്ടോസിലേക്ക് വരുമ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടിപൊളി ഫോട്ടോസാണ്. ഞാൻ എടുത്തുള്ള ഫോട്ടോസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. മെയിൻ ക്യാമറ ആയാലും സെൽഫി ക്യാമറ ആയാലും ടെലിഫോട്ടോ ലെൻസിൻ്റെ സൂമിംഗ് ആയാലും എല്ലാത്തിലുമേ നല്ല ഫോട്ടോസാണ്. എന്നാൽ ഫോട്ടോസ് ഇതിനേക്കാൾ ബെറ്റർ മാർക്കറ്റിൽ ഉണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കാം. വീഡിയോയിൽ ഞാനത് പറഞ്ഞില്ല, പക്ഷേ ഫോട്ടോസിൽ ബെറ്റർ ഉണ്ട്. അതായത് ഈ S300 Pro ഒക്കെ എടുക്കുന്ന ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ വേറെ റേഞ്ച് സാധനമാണ്. അതിൻ്റെ അടുത്തൊന്നും ഇതിൻ്റെ ഫോട്ടോസ് എത്തില്ല. ബട്ട് ഇതിൻ്റെ ഫോട്ടോസ് നല്ലതാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. വീഡിയോയും നല്ലതാണ്, ഫോട്ടോയും നല്ലതാണ്. ഇതിൽ ഫോട്ടോ അടിപൊളിയാണ്, പക്ഷേ വീഡിയോ ഇതിൻ്റെ അത്രയും മികച്ചതല്ല, അല്ലെങ്കിൽ അത്രയും ഒരു അടിപൊളി വീഡിയോ എന്ന് പറയാനില്ല. സോ അപ്പോൾ അങ്ങനെയാണ് 17 Pro Maxൻ്റെ ക്യാമറയെക്കുറിച്ച് ഞാൻ കമ്പയർ ചെയ്ത് പറയാൻ കാരണം അതൊരെണ്ണം അവിടെ ഉണ്ട് മോശമല്ലാതെ, അതുകൊണ്ട് അത് പറയാതെ പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇവിടെ ഒന്ന് മെൻഷൻ ചെയ്ത് പോകുന്നത്. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടി പറയാം, ഈ 2 ഫോണിൻ്റെ ആയാലും ഷോപ്പുകളിൽ ഡെമോ ഇരിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് നേരിട്ട് പോയിട്ട് ഷോപ്പിന് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവിടെ പോയിട്ടൊന്ന് രണ്ടുമൊക്കെ എടുത്ത് ഉപയോഗിച്ചൊക്കെ നോക്കിയിട്ട് ചൂസ് ചെയ്തോളൂ. അതായിരിക്കും കുറച്ചും കൂടി നന്നാവുക. സോ അപ്പോൾ ക്യാമറയുടെ ഭാഗം ക്ലിയർ ആയല്ലോ. പെർഫോമൻസിൻ്റെ ഭാഗത്ത് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല അതിനകത്ത്, കാരണം ഇതുവരെ നമുക്ക് യാതൊരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല. iOS 26ൻ്റെ കുറേ ബഗ്ഗുകൾ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അതൊക്കെ ഫിക്സായി. ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് വേറെ യാതൊരു ബഗ്ഗും കാര്യങ്ങളും ഫേസ് ചെയ്യുന്നില്ല. പക്കയാണ്. ഗെയിമൊക്കെ അൾട്രാ എക്സ്ട്രീമിൽ നമുക്ക് BGMI ഒക്കെ കളിക്കാനും പറ്റുന്നുണ്ട്. അത് ആദ്യം പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നീട് അപ്ഡേറ്റിലൂടെ ശരിയാവുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു, അത് ശരിയായിട്ടൊക്കെ ഉണ്ട്. സോ അടിപൊളിയായിട്ട് ഗെയിമും കളിക്കാം. ഹീറ്റിംഗ് ഇഷ്യൂ പോലുള്ള കാര്യങ്ങൾ വന്നിട്ടുള്ള കാരണം ഒരു കൂളിംഗ് സിസ്റ്റം ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഇപ്പോൾ A19 Pro ചിപ്പ് അതിൻ്റെതായ പെർഫോമൻസും തരുന്നുണ്ട്. സോ പെർഫോമൻസിൽ വരയിടാവേ വേണ്ട, ടോപ്പ് ലെവൽ പെർഫോമൻസ് ഐഫോൺ നമുക്ക് തരുന്നുണ്ട്. ബട്ട് 8 Lite Gen 5 എന്ന് പറയുന്ന പ്രോസസ്സർ വെച്ചുകൊണ്ട് ഇതിനേക്കാളൊക്കെ പകുതി വരയ്ക്കും. ഇത് 1,40,000 രൂപ, 50,000, 60,000, 70,000 റേഞ്ചിൽ 8 Lite Gen 5 വെച്ചുകൊണ്ടുള്ള ഫോണുകളുണ്ട്. 50,000 രൂപ, 60-70 രൂപ റേഞ്ചിൽ ഉണ്ട്. OnePlus 15 അല്ലെങ്കിൽ IQ 15, അതൊക്കെ ഇതിനേക്കാൾ മികച്ച പെർഫോമൻസ് ഉള്ള ഫോണുകളാണ് 8 Lite Gen 5 വെച്ചുള്ളത്. സോ പെർഫോമൻസ് ഓറിയൻറ്റഡ് ഫോൺ നോക്കുന്നുവെങ്കിൽ അതൊക്കെ തന്നെയാണ് നോക്കേണ്ടത്. ബട്ട് സ്റ്റിൽ ഈ പറഞ്ഞ എല്ലാം നല്ലതായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ, ഒരു ഓൾറൗണ്ടർ എന്ന രീതിയിൽ നമുക്ക് ഗെയിമും കൂടി കളിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ പെർഫോമൻസ് മോശമല്ല. സോ പെർഫോമൻസിനെ കുറിച്ച് ഞാൻ കൂടുതൽ വാചാലമായിട്ട് പറയുന്നില്ല, അടിപൊളിയാണ്. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല എന്നുള്ളതാണ് വാസ്തവം. ഇവിടെ പറയാനുള്ള കുറച്ച് നെഗറ്റീവ്സ് തീർച്ചയായിട്ടും ഉണ്ട്. ഒന്ന്, നമ്മൾ ഈ പറഞ്ഞല്ലോ കുറേ ബഗ്ഗൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഫിക്സായി, അത് അവിടെ നിൽക്കട്ടെ. അപ്പോൾ അത് വിടാം. നമുക്ക് AI ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലാണ് നമുക്ക് ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. കാരണം ഒന്നുമേ ഇല്ല. ആൻഡ്രോയിഡിലൊക്കെ 3-4 ജനറേഷനായിട്ട് നല്ല AI ഫീച്ചേഴ്സ്. ഇപ്പോഴൊക്കെ AI ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ അടിപൊളിയാണ്. ഇതിൻ്റെ ഫോട്ടോ എഡിറ്റിംഗ് ഫീച്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഗംഭീരമാണ്. പിന്നെ റൈറ്റിംഗ്, സമ്മറൈസിങ്, ഇതിലും റൈറ്റിംഗ് ടൂളൊക്കെ ഉണ്ട്. അവിടെ ഇവിടെയൊക്കെ വർക്ക് ചെയ്യും. നോട്ട്സിൽ, ഇവരുടെ നോട്ട്സിൽ, വാട്സപ്പിലും ഫേസ്ബുക്കിലൊന്നും വർക്ക് ചെയ്യില്ല എന്നുള്ളൂ. ബാക്കിയുള്ളിടത്തൊക്കെ വർക്ക് ചെയ്യും. പക്ഷേ അതൊന്നും അത്രയും ഒരു പെർഫെക്റ്റ് അല്ല. ആൻഡ്രോയിഡിൻ്റെ അത്രയും പെർഫെക്റ്റ് അല്ല. ഇപ്പോൾ ഗാലക്സി ഫോൾഡിലൊക്കെ വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ AI ടൂൾസ് എന്നൊക്കെ പറയുമ്പോൾ അടിപൊളിയാണ്. പക്ഷേ ഇത് അത്ര പോരാ. പിന്നെ ഇമേജ് എഡിറ്റിങ്ങിൻ്റെ സംഭവമൊക്കെ ആണെങ്കിൽ വിവോയിലൊക്കെയാണ് ഏറ്റവും മികച്ചതായിട്ട് നിൽക്കുന്നത്. ഇതിൽ അത് ഒട്ടുമില്ല എന്നല്ല, ഉണ്ട് സംഭവങ്ങൾ, പക്ഷേ ഇതിൻ്റെ ഒന്നും അത്രയ്ക്കും സെറ്റപ്പ് അല്ല. അപ്പോൾ അത് അറിഞ്ഞിരിക്കുക. AI ഫീച്ചേഴ്സ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ? ഫോട്ടോ എഡിറ്റിങ്ങിന്, റൈറ്റിംഗ് ടൂളുകൾ, അതുപോലെ പല തരത്തിലുള്ള ഇമേജ് ക്രിയേഷനോ, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾക്ക് നമുക്ക് ആൻഡ്രോയിഡ് ഫോണുകൾ പറ്റും. അങ്ങനെയുള്ള സംഭവം ഒന്നുമില്ല എന്നുള്ളത് ഇതിൻ്റെ വലിയൊരു പോരായ്മയാണ്. അതെനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ മാത്രമല്ല, ഞാൻ കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ നിങ്ങൾ ആൻഡ്രോയിഡ് ഉപയോഗിക്കുന്ന ആൾ ഇപ്പോൾ ഈ ഒരു ഫോൺ എടുക്കാനൊക്കെ വരുന്നുണ്ടെങ്കിൽ യൂസർ എക്സ്പീരിയൻസിൽ ഒരുപാട് മിസ്സിംഗ് ഉണ്ടായിരിക്കും. ഒരു നല്ല നോർമലായിട്ടുള്ള ഒരു കോൾ റെക്കോർഡിംഗ് ഫോൾഡിലായാലും S200, 300 Proയിലായാലും ഒക്കെ നമുക്ക് ഈ പറഞ്ഞ സംഭവം കിട്ടും. സാംസങ്ങിൻ്റെ ഫോണുകളിലൊക്കത്തിലും കിട്ടും നല്ല കോൾ റെക്കോർഡിംഗ്. ഇതിൽ അനൗൺസ്മെൻറ്റോട് കൂടി മാത്രമേ ചെയ്യാൻ പറ്റൂ. അത് മാനുവലായിട്ട് ചെയ്യാൻ വേണം. പിന്നെ ഫയലുകളും മറ്റൊക്കെ സൂക്ഷിച്ച് വെക്കണമെങ്കിൽ ഒരു പ്രൈവറ്റ് സ്പേസ് അല്ലെങ്കിൽ സെക്യൂർ ഫോൾഡർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ, നമ്മുടെ എന്തെങ്കിലും ബിസിനസ് ഫയൽ നമുക്ക് ഫോൺ ആർക്കും കൊടുക്കാതിരിക്കാനും പറ്റില്ല. ആൾക്കാർ ചോദിക്കുമ്പോൾ എൻ്റെ പ്രൈവറ്റാണ്, ഞാൻ തരൂല എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മുടെ പേഴ്സണലായിട്ട് ചില ഫയലുകൾ, ബിസിനസ് പരമായിട്ടുള്ള ഫയലുകൾ അതൊന്ന് എടുത്ത് സെപ്പറേറ്റ് സൂക്ഷിച്ച് വെക്കണമെങ്കിൽ ഒരു സെപ്പറേറ്റ് സ്പേസ് നല്ലതാണ്. ഐഫോണിൽ അതില്ല. ഇതൊക്കെ തീർച്ചയായിട്ടും നമുക്ക് ആൻഡ്രോയിഡ് ഫോണുകളിലുണ്ട്. പിന്നെ വാലറ്റ്, നമുക്ക് ബാങ്ക് കാർഡൊക്കെ ഇതിൽ ആഡ് ചെയ്ത് വെച്ചിട്ട് ഇതിൽ നിന്ന് പേയ്മെൻറ്റ് നടത്താൻ പറ്റുന്ന പരിപാടിയൊക്കെ സാംസങ് ഫോണുകളിലുണ്ട്. ഇതിലതൊന്നുമില്ല. ഇങ്ങനെ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആൻഡ്രോയിഡിലുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഫീച്ചറുകളിലേക്കൊന്നും ഇപ്പോഴും നമ്മുടെ ഐഫോൺസ് എത്തിയിട്ടില്ല. ആകെ വന്നിരിക്കുന്നത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഹോം സ്ക്രീനൊക്കെ കസ്റ്റമൈസ് ചെയ്യാമെന്നുള്ളതാണ് ആ ഒരു അഡ്വാൻറ്റേജ്. ബാക്കിയൊന്നും കാര്യമായിട്ട് ആൻഡ്രോയിഡിൽ ഇങ്ങോട്ട് മാറാനുള്ള കാരണമായിട്ടില്ല എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഫീച്ചർ വൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഫീച്ചേഴ്സൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ആൻഡ്രോയിഡിൽ നിന്ന് ആരും ഇങ്ങോട്ട് മാറരുത്, പിന്നീട് വിഷമിക്കേണ്ടി വരും. സോ അപ്പോൾ മൊത്തത്തിൽ നമ്മൾ ഈ പെർഫോമൻസ് യൂസർ എക്സ്പീരിയൻസിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ പെർഫോമൻസും ഓവറോൾ ഇത് ഉപയോഗിക്കുമ്പോൾ എക്സ്പീരിയൻസും ഒക്കെ ഗംഭീരമാണ്, ടോപ്പ് ക്ലാസ് ആണ്. ബട്ട് ഫീച്ചർ വൈസ് നോക്കുമ്പോൾ ഇപ്പോൾ ഇത് ആൻഡ്രോയിഡ് ഫോൺസിൻ്റെ ഒക്കെ വളരെയധികം പുറകിലായിട്ടാണ് ഇവർ നിൽക്കുന്നത് എന്നുള്ള അവസ്ഥ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ നിങ്ങൾക്കത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളത് ആൻഡ്രോയിഡൊക്കെ ചൂസ് ചെയ്യുന്നതാവും നല്ലത്. ഇനിയും സമയം പിടിക്കുമെന്ന് തോന്നുന്നു നന്നാവാൻ. പിന്നെ നമ്മളിതിൻ്റെ കാര്യങ്ങൾ ഇത്രയും കൃത്യമായിട്ട് പറയുന്നത്, നമ്മൾ കഴിഞ്ഞ പല വീഡിയോകളിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇത്തിരി വൃത്തിയായിട്ട് നെഗറ്റീവ് വശങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു പോകാൻ തീരുമാനിക്കുകയാണ്. കാരണം അങ്ങനെ പറയാതെ വന്നതുകൊണ്ട് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടും ഇയാൾ നെഗറ്റീവ് പറയാത്ത ആളെന്ന രീതിയിലുള്ള ചില കമൻറ്റുകൾ നമ്മൾ അടുത്ത കാലത്ത് കുറച്ച് കണ്ടു. കാരണം അത് നമ്മുടെ രീതി ഒന്ന് മാറ്റേണ്ട സമയമായിരുന്നു. കൃത്യമായിട്ട് വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങൾ പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ കൃത്യമായിട്ട് പറയുന്നത്. ഐഫോൺ ഹെയ്റ്റർ ആണെന്നൊന്നും വിചാരിക്കരുത്. ഞാനിത്
5-8 വർഷമായിട്ട് ഐഫോൺ 6s തൊട്ട് ഞാൻ ഐഫോൺ യൂസറാണ് ഇന്ന് വരെ. ഇന്ന് ഈ നിമിഷം വരെയും എൻ്റെ പ്രൈമറി ഫോൺ ഐഫോണാണ്. ഞാൻ ഹേറ്റർ ആയതുകൊണ്ടല്ല, ഫാക്റ്റാണ് ഞാൻ ഈ പറയുന്നത്. മാത്രമല്ല ആപ്പിളിൻ്റെ ഇക്കോസിസ്റ്റമാണ് മൊത്തവും, വാച്ച് അടക്കം എല്ലാം ആപ്പിളാണ്. ബട്ട് ഫാക്റ്റായിട്ട് പറയുകയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ കാഴ്ചപ്പാട് ഞാൻ ഈ പറയുന്നതിന് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. നിങ്ങൾ കമൻറ്റ് കൂടി നോക്കണം, എന്നിട്ടേ ചൂസ് ചെയ്യാവും. മാത്രമല്ല ഒന്നിലധികം വീഡിയോസൊക്കെ കണ്ടു നോക്കുക, എന്നിട്ട് വേണം ഒരു തീരുമാനം എടുക്കാൻ. എപ്പോഴും അത് ചെയ്യുക. ഇത് ഇതിൻ്റെ കാര്യത്തിൽ ഏതിൻ്റെ കാര്യത്തിൽ. ഇനി ബാറ്ററിയുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ 4700 mAh റേഞ്ചുള്ള ഒരു ബാറ്ററിയാണ്. 5000 mAh താഴെ നിൽക്കുന്ന ഒരു ബാറ്ററിയാണ്. ബട്ട് ബാറ്ററി ലൈഫ് ഓക്കെയാണ്. ഒരു ദിവസം സുഖമായിട്ട് ബാറ്ററി ലൈഫ് കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ ഇതുകൊണ്ട് ഡൽഹിയൊക്കെ പല ഇവൻറ്റുകൾക്കൊക്കെ പോകുമ്പോൾ ഇത് കൊണ്ടുപോകുമ്പോൾ എനിക്ക് അവിടെ എത്തുന്നവരെ ഏകദേശം സുഖമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ പോയത് ആകാശ എയർ എന്ന് പറഞ്ഞ ഫ്ലൈറ്റ് ബുക്ക് ചെയ്താൽ പോയത്. രാവിലെ 9 മണിക്ക് പറക്കേണ്ട ഫ്ലൈറ്റ് ഞാൻ ഇവിടെ 6 മണിക്ക് ഇവിടെ ഞാൻ ക്യാബിൽ കയറിയപ്പോൾ തൊട്ട് ഈ ഫോൺ ഉപയോഗിക്കുന്നതാണ്. സിനിമ കാണുന്നത്, യൂട്യൂബിൽ വീഡിയോസ് കാണുന്നത്, പാട്ട് കേൾക്കുന്നത്, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ ഞാൻ 3 മണിക്ക് എത്തുന്നവർ ഉപയോഗിച്ചിട്ടും ബാറ്ററി തീർന്നില്ല. 30 മറ്റോ പെർസെൻറ്റേജ് ബാക്കിയുണ്ടായിരുന്നു. കണ്ടിന്യൂസ് ഉപയോഗമാണ് കേട്ടോ. അതിനിടയ്ക്ക് ഗെയിമും കളിക്കുന്നുണ്ട്, ചെറിയ ഗെയിമുകൾ ആപ്പിൾ ആർക്കേഡിലത്തെ. അപ്പോൾ അത്രയും ഉപയോഗിച്ചിട്ടും ബാറ്ററി നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല ബാറ്ററിയുള്ള ലൈഫുള്ള ഫോണാണ്. ഈ mAh നോക്കിയിട്ട് ഇതിനെ വിലയിരുത്തരുത്. നല്ല ബാറ്ററി ലൈഫ്. അത്യാവശ്യം ഫാസ്റ്റായിട്ട് ചാർജ് ആവുന്നുണ്ട്. 45 വാട്ടിൻ്റെ ചാർജർ, ഞാൻ 65 വാട്ടിൻ്റെ അല്ലെങ്കിൽ 45 വാട്ടിൻ്റെ ചാർജർ വെച്ചിട്ട് ചാർജ് ചെയ്യുന്നത് അത്യാവശ്യം ഫാസ്റ്റായിട്ട് ചാർജ് ആവുന്നുണ്ട്. സോ ബാറ്ററി ലൈഫിൻ്റെ കാര്യത്തിൽ വറീഡ് ആവുകയോ വേണ്ട. പ്രോ മാക്സ് അടിപൊളിയാണ്. പ്രോ അടിപൊളിയായിരിക്കണം എന്നില്ല കേട്ടോ, അത് കുറവായിരിക്കും. പ്രോ മാക്സ് അടിപൊളിയാണ്. ഇനി ബാക്കി കണക്ടിവിറ്റി പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടോപ്പ് നോച്ചാണ്. അതൊന്നും ഞാൻ വെറുതെ പറയുന്നില്ല. ഐഫോൺ എപ്പോഴും ഡുവൽ സ്റ്റീരിയോ സ്പീക്കറൊക്കെ അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഇപ്പോഴും ഭംഗിയാണ്. 5G 4x4 മെമോ ടെക്നോളജി, ആപ്പിളിൻ്റെ N1 വയർലെസ് ചിപ്പൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചിപ്പ് നെറ്റ്വർക്ക് പരമായ കാര്യങ്ങളൊന്നും ഒരു ഇഷ്യൂ ഇല്ല. പക്കവായിട്ട് നമുക്ക് നെറ്റ്വർക്ക് റിസപ്ഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ബ്ലൂടൂത്ത് 6 ആണ് വരുന്നത്. USB Type-C ഡുവൽ സിം ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഈ സിം നമുക്ക് ഇടാൻ വേണമെങ്കിൽ അവക സൗകര്യങ്ങൾ, അങ്ങനെ ബാക്കി എല്ലാ കാര്യങ്ങളും നന്നായിട്ട് വരുന്നുണ്ട്. നമുക്ക് വേറെ ഇഷ്യൂസ് ഒന്നും ഇതിൻ്റെ യൂസ് ചെയ്യൽ വന്നിട്ടില്ല. സോ മൊത്തത്തിൽ ഐഫോൺ 17 Pro Max നമ്മൾ ഈ ഒരു 3 മാസം ഉപയോഗിച്ച് കഴിയുമ്പോഴുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. ക്യാമറയുടെ ഭാഗത്തും പെർഫോമൻസിൻ്റെ ഭാഗത്ത്, യൂസർ എക്സ്പീരിയൻസ്, ലൈഫ് ഫീച്ചർ അത്ര പിടിച്ചില്ല. അതേപോലെ ബിൽഡ് ക്വാളിറ്റിയുടെ ഭാഗത്തുള്ള കാര്യങ്ങളൊക്കെയാണ് എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയ കാര്യങ്ങൾ. ബാക്കിയെല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് മൊത്തം മനസ്സിലായല്ലോ. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞ പോലെ ആൻഡ്രോയിഡിൻ്റെ ഫീച്ചേഴ്സ് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ എന്നല്ല, മൊത്തത്തിൽ ആൻഡ്രോയിഡ് ഫോണിൽ നിന്നിങ്ങോട്ട് മാറുന്നവർ മാത്രം നന്നായിട്ട് ചിന്തിച്ചിട്ട് മാറുക എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ. ബാക്കി നിങ്ങളൊരു ഐഫോൺ യൂസർ ആണെങ്കിൽ ഐഫോണിൽ നിന്ന് ഐഫോണിലേക്ക് മാറാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ 17 Pro Max ഓക്കെയാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ യാതൊരു വിഷയങ്ങളും ഇല്ല, അടിപൊളിയാണ്. എയിലൊക്കെ കുറച്ച് ബിഹൈൻഡാണ്, നമുക്കറിയാം. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയുണ്ടാവുമല്ലോ. സോ അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് ചിന്തിച്ച് വയ്ക്കുക. പിന്നെ വില 1,40,000-50,000 റേഞ്ചിലുള്ള വിലയാണ് വരുന്നത്. ഇത്രയും വില കൊടുത്ത് തീർക്കുമ്പോൾ നമുക്ക് ഫോൾഡ് പോലുള്ള ഫോണുകൾ കിട്ടുന്നുണ്ട്. ഭയങ്കര അഡ്വാൻസ്ഡ് ആയ കാര്യങ്ങളുള്ള ഒരു സംഭവമൊക്കെയാണ്. പരിഗണിക്കുക. ഫോട്ടോഗ്രാഫിയൊക്കെ ആണെങ്കിൽ ഇതിനേക്കാൾ എത്രയോ വില കുറവിൽ ഇത് കിട്ടുന്നുണ്ട്. S300 Pro ടോപ്പാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഘടകങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പെർഫോമൻസ് മാത്രം നോക്കണമെങ്കിൽ ഇങ്ങോട്ടൊന്നും പോകണ്ട. 60-70 രൂപയ്ക്ക് തന്നെ OnePlus അല്ലെങ്കിൽ IQ ഒക്കെ കിടക്കുന്നുണ്ട്. ഇതിനേക്കാളും മികച്ച 8 Gen 5ഉം സെപ്പറേറ്റ് ചിപ്പൊക്കെ വെച്ചുകൊണ്ട് സംഭവങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. നിങ്ങൾ ഐഫോൺ ഫാനാണ്, ഇതെടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, പർപ്പസ് ഈ പറഞ്ഞ പോലെ വീഡിയോ ഒക്കെ ആണെങ്കിൽ ടോപ്പ്. സോ അത്രയുമാണ് ഐഫോൺ 17 Pro Maxൻ്റെ ഒരു 3 month എക്സ്പീരിയൻസ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം.